പൊന്നും കുരിശു മുത്തപ്പോ പൊന്മല കയറ്റം. വീണ്ടും ഒരു തവണ കൂടി മുത്തപ്പനെ കാണാൻ നടന്നു പോകാൻ തീരുമാനിച്ചു. വീട്ടിൽ നിന്ന് പ്രാർത്ഥനയോടെ ആരംഭിച്ചു. ഉടനെ തന്നെ അജിത്ത് സ്വാമിയും കന്യസ്വാമിയായ എഡ്വിൻ സിജോയും എത്തിച്ചേർന്നു. കൂടെ ഗുരുസ്വാമിയായ ബിജുച്ചേട്ടായും ടീമും ചേർന്നു നേരെ പള്ളിയിലേക്ക്. പുല്ലൂരാമ്പാറ ഇടവക വികാരിയുടെ പ്രാർത്ഥനാശംസകളോടെ യാത്ര ആരംഭിച്ചു. പള്ളി വരെ ജിൻഡുവും കുട്ടികളും എന്നെ അനുഗമിച്ചു. യാദൃശികമായി വഴിയിൽ വെച്ച് ജോസിനെ കാണുകയും ഞങ്ങൾക്ക് യാത്രാമംഗളം നൽകുകയും ചെയ്തു. പുന്നയ്ക്കൽ എത്തിയതോടുകൂടി ഷിനോജ് സാറും അനിൽ സാറും ടീമിൽ ജോയിൻ ചെയ്തു. ഞങ്ങളുടെ ഫുൾ ടീം അവിടെ നിന്ന് പ്രാർത്ഥനകളോടെ യാത്ര തുടർന്നു. വഴിയിൽ വെച്ച് വീണ്ടും ആൽബർട്ട് സാർ, ജിജോ സാർ, രാജചേട്ടൻ എന്നിവരെയും കണ്ടു. ഞങ്ങളെ വിളിച്ച് വീട്ടിൽ കയറ്റി ജാതിയോ മതമോ നോക്കാതെ വയർ നിറച്ച് ജ്യൂസ് തന്ന് ഈ ചേട്ടന് നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല. അവിടെ വെച്ച് പഴയ ഓർമ്മകളെ ഇറക്കി കൂടപ്പഴവും കണ്ടു. വീണ്ടും ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചായയും ബിജുച്ചേട്ടായുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും വഴിയിലെത്തിച്ച് ഞങ്ങൾ തന്നു. ഞങ്ങളുടെ യാത്ര മലഞ്ചാട്ടിയും കഴിഞ്ഞ് ചുണ്ടത്തുപോയിൽ നിന്നും ചായയും കുടിച്ച് തോട്ടുമുക്കവും കഴിഞ്ഞ് ഇതാ കോഴിക്കോട് ജില്ലയുടെ വിട പറഞ്ഞ് ഞങ്ങൾ മലപ്പുറം ജില്ലയിലേക്ക് കയറിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ തിരുവമ്പാടി മണ്ഡലത്തോട് യാത്ര പറഞ്ഞ് ഏവനാട് മണ്ഡലത്തിലൂടെ യാത്ര ആരംഭിച്ചു. ഏകദേശം 10:30 അരീക്കോട് കഴിയുകയും കുറച്ചു നേരം അവിടെ വിശ്രമിക്കുകയും ചെയ്തു. രാവിലെ 5 മഞ്ചേരിയിൽ എത്തിച്ചേർന്നു. ആ സമയം അവിടുത്തെ പച്ചക്കറി മാർക്കറ്റ് വളരെ ആക്റ്റീവായിരുന്നു. മഞ്ചേരി എത്തിയപ്പോഴേക്കും ഞങ്ങൾ 8 പേരും സ്പീഡ് അടിസ്ഥാനത്തിൽ 2-3 ടീമായി മാറിയിരുന്നു. ആനക്കയമാണ് ഇനി നമുക്ക് വരുന്ന മെയിൻ ജംഗ്ഷൻ. അവിടെ നിന്ന് ഇടത്തോട്ട് പോയാൽ നമുക്ക് പോകേണ്ട പെരിന്തൽമണ്ണയ്ക്കും, വലത്തോട്ട് പോയാൽ മലപ്പുറം സൈഡിലേക്കും ആണ് പോകുന്നത്. രാവിലെ നല്ല ചൂട് കഞ്ഞി പപ്പടം കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. മഞ്ചേരി മലപ്പുറം മണ്ഡലങ്ങൾ കടന്ന് മങ്കട മണ്ഡലത്തിൽ എത്തിയിരിക്കുന്നു. ഇന്ന് മങ്കടയിൽ റെസ്റ്റ്.